നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാൻ ഇന്ത്യയെക്കൊണ്ട് സാധിച്ചു. ഇന്ത്യ തേടുന്ന പല ഭീകരരെയും അവിടെ കൊലപ്പെടുത്താനായിട്ടും ഇന്ത്യക്ക് സാധിച്ചു. എന്നാലും ഇനിയും ഇന്ത്യയുടെ ലിസ്റ്റിൽ നിരവധി ഭീകരരുടെ തലയാണ് ഇന്ത്യ തേടുന്നത്. അതിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ തേടുന്ന പിടികിട്ടാപ്പുള്ളി പട്ടികയിലെ കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹർ പാക് അധീന കശ്മീരിൽ എത്തിയിരിക്കുകയാണ്. അസ്ഹറിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ് ഇയാളെ കണ്ടതെന്ന് ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സത്പാര റോഡിലെ സ്കാർദു ആണ് കൃത്യമായ ലൊക്കേഷൻ. ഈ പ്രദേശത്ത് 2 പള്ളികളും അതിനോട് ചേർന്നുള്ള മദ്രസകളും നിരവധി സർക്കാർ സ്വകാര്യ ഗസ്റ്റ് ഹൗസുകളും ഉണ്ട്. ആകർഷകമായ തടാകങ്ങളും പാർക്കുകളുമുള്ള ഇവിടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. ഇവിടെ അധികം ആരും അറിയാതെ വളരെ ഒതുങ്ങിയ ജീവിതമാണ് മസൂദ് അസ്ഹർ നയിക്കുന്നത്. അടുത്തിടെ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ അസ്ഹർ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. പാക് മണ്ണിൽ ഈ ഭീകരനെ കണ്ടെത്തിയാൽ ഇന്ത്യക്ക് കൈമാറാമെന്ന് പോലും ബിലാവൽ അന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. പാക് മണ്ണിൽ അസ്ഹർ ഉണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ വിവരം പങ്കുവച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് ബിലാവൽ ഭൂട്ടോ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഹഫീസ് സയ്യിദ് സ്വതന്ത്രനാണ് എന്നത് വസ്തുതാപരമായി ശരിയല്ലെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരുന്നു. അയാൾ പാക് സ്റ്റഡിയിലാണ്. മസൂദ് അസ്ഹറിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല. മസൂദ് അസ്ഹറിനെ തിരിച്ചറിയാനോ അറസ്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അയാളുടെ ഭൂതകാല പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ അയാൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നാണ് തങ്ങളുടെ വിശ്വാസം. പാക് മണ്ണിൽ മസൂദ് അസ്ഹർ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാനുമായി പങ്കുവച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ലെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ മസൂദ് അസ്ഹറിന്റെ വിവരങ്ങൾ ഇന്ത്യ നൽകണമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. എന്തിനാണെന്ന ചോദ്യത്തിന് ഏതെങ്കിലും രാജ്യവുമായി ഭീകരവിരുദ്ധ സഹകരണം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആശങ്കകളും അവരുടെ ആശങ്കകളും പങ്കുവയ്ക്കും. അങ്ങനെയാണ് ലണ്ടനിലെ ആക്രമണങ്ങൾ, ന്യൂയോർക്കിലെ ആക്രമണങ്ങൾ, പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ എന്നിവ തടയാനായത് എന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. അസ്ഹർ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാലത്ത് ഭീകരവാദികളെന്ന് വിളിച്ചിരുന്നവർക്ക് തന്നെ ഇപ്പോൾ അധികാരം കൈമാറി. നാറ്റോയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ചെയ്യാൻ കഴിയാത്തത് പാകിസ്ഥാന് അവിടെ ചെയ്യാനാകില്ല. പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ കൂടിയായ ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകളാണ്. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങളിൽ മസൂദ് അസ്ഹറിന് പങ്കുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. നേരത്തെ ഇന്ത്യയിൽ പിടിയിലായ അസ്ഹറിനെ 1999 കാണ്ഡഹാർ വിമാനം റാഞ്ചലിന് പിന്നാലെയാണ് വിട്ടയച്ചത്. 2019 അസ്ഹറിനെ UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത്. 2016 പത്താൻകോട്ട് വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണത്തിനും 2019 40 സൈനികർ വീരമൃത്യു വരിക്കാനിടയായ പുൽവാമ ഭീകരാക്രമണത്തിനും പിന്നിലെ സൂത്രധാരൻ മസൂദ് അസ്ഹറാണ്. അസ്ഹറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പരത്തുകയാണ്. ദീർഘനാൾ അസ്ഹറിന്റെ താവളമായിരുന്ന ബഹാവൽപൂരിൽ തന്നെ തുടരുകയാണെന്ന തെറ്റിദ്ധാരണ പരത്താൻ പഴയ ഓഡിയോ ക്ലിപ്പുകൾ പുതിയ രൂപത്തിൽ വിടുകയാണ്. ബഹാവൽപൂരിൽ അസ്ഹറിന് 2 താവളങ്ങളുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ജാമിയ സുബാൻ അലയും അതുപോലെ തന്നെ ജാമിയ ഉസ്മാൻ ഒ അലി പള്ളിയും. ഇത് രണ്ടും ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്താണ് ഈ പള്ളി. ഒരു ആശുപത്രിക്ക് സമീപം അസ്ഹറിന്റെ പഴയ വസതിയുമുണ്ട്. ജാമിയ സുബാൻ അല്ലയ്ക്ക് നേരെയുള്ള ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ അസ്ഹർ കുടുംബത്തിലെ 10 അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയും അമേരിക്കയും UN ഉപരോധം ഏർപ്പെടുത്തിയ അസ്ഹർ 2001 പാർലമെന്റ് ആക്രമണം അടക്കം നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണ്. ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മസൂദ് അസ്ഹറിനെ കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ തുടർന്നുണ്ടായ മധ്യസ്ഥ ചർച്ചയിലെ ധാരണ പ്രകാരമാണ് യാത്രക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി വിടുതൽ ചെയ്തത്. വിട്ടയച്ച ഉടൻ അസ്ഹർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു. ഇതാദ്യമായല്ല അസ്ഹർ ബഹാവൽപൂരിന് പുറത്തു പോകുന്നത്. 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം പെഷാവറിലെ ഒരു സുരക്ഷിത താവളത്തിലേക്കും അസ്ഹറിനെ മാറ്റിയിരുന്നു.
അസ്ഹറിനെ കൂടാതെ ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ യിദ് സലാഹുദ്ദീൻ ഇസ്ലാമാബാദിലെ സമ്പന്നരുടെ കോളനിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യ, അമേരിക്ക, ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസ്ഹർ 2001 പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് കരുതപ്പെടുന്നു. കൂട്ടാളികൾ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി അസ്ഹറിനെ പകരം യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് മുൻപ് അയാൾ ഒരിക്കൽ ഇന്ത്യൻ കസ്റ്റഡിയിലായിരുന്നു. മോചിതനായ ഉടൻ തന്നെ അസ്ഹർ ജെയ്ഷെ-ഇ-മുഹമ്മദ് സ്ഥാപിച്ചു. ഏതായാലും ഇപ്പോൾ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് കൊടുംഭീകരൻ POKയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ റഡാറുകളിൽ തന്നെ ഈ കൊടുംഭീകരനുണ്ട്. കൃത്യമായി തന്നെ ഇയാളുടെ സ്ഥാനമടക്കം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഇനി എന്താണ് ഇപ്പോഴത്തെ നീക്കം എന്നുള്ളതും ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകര സംഘടന ജെയ്ഷെ-മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ പാക് സർക്കാരിൽ നിന്ന് കോടികളായിരുന്നു നഷ്ടപരിഹാരം ലഭിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാനായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉത്തരവിട്ടത്. ഇതിന്റെ ഭാഗമായാണ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിനുണ്ടായത്. അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ 14 പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. അസ്ഹറിനെ ഏക നിയമപരമായ അവകാശിയാക്കാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് ഏകദേശം 14 കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നായിരുന്നു ദി ട്രൈബ്യൂണൽ അടക്കം റിപ്പോർട്ട് ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ലക്ഷ്യം ജെയ്ഷെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാൻ അല്ലാഹ് ആയിരുന്നു. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണിത്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 5 കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് പത്രക്കുറിപ്പിലുള്ളത്. അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റു 2 കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. ബഹാവൽപൂരിലെ ആസ്ഥാനം കൂടാതെ ജെയ്ഷെ കേന്ദ്രമായ തെഹ്റ കാലനിലെ സർജൻ, ബർണാലയിലെ ജെയ്ഷെ കേന്ദ്രമായ മക്സ് അലെ ഹാദിത്ത്, കോട്ലിയിലെ ജെയ്ഷെ കേന്ദ്രം മക്സ് അബ്ബാസ്, മുസാഫർബാദിലെ ജെയ്ഷെ താവളമായ സയ്യിദിന ബിലാൽ ക്യാമ്പ് എന്നിവയും ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. ഏതായാലും ഇന്ത്യ പാകിസ്ഥാനിലെ നീക്കങ്ങളടക്കം ഇപ്പോൾ മസൂദ് അസർ POKയിൽ എത്തിയതടക്കമുള്ള കാര്യങ്ങളടക്കം ഇന്ത്യ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം ക്വിക്ക് ആക്ഷൻ ടീമുകളുടെ ഭാഗമായ CISF കമാൻഡോകൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരിക്കുകയാണ് സൈന്യം. ജമ്മു കാശ്മീരിലെ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള സുപ്രധാന ഇൻസ്റ്റാളേഷനുകൾക്ക് കാവൽ നിൽക്കുന്ന സൈനികർക്കാണ് പരിശീലനം നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലുമാണ് പരിശീലനം നൽകുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 100-ലധികം CISF കമാൻഡോകൾ സൈനിക ക്യാമ്പിൽ തീവ്ര പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. താഴ്വരയിലുടനീളമുള്ള വിവിധ യൂണിറ്റുകളിലായി പരിശീലനം നടക്കുന്നു. നഗര ഗ്രാമപ്രദേശങ്ങളിലെ സായുധ നുഴഞ്ഞുകയറ്റം, അട്ടിമറി, ഭീകരാക്രമണങ്ങൾ എന്നിവ തടയുന്നതിന് വിദഗ്ധരായ സൈനിക സംഘങ്ങളെ സൃഷ്ടിക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം.